ദേശീയപാതയിൽ കല്ലമ്പലം മാഴാംകുണത്ത് സ്ഥിതി ചെയ്യുന്ന ചിറയും ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച നീന്തൽക്കുളവും അവഗണനയിൽ. ദേശീയപാതയ്ക്ക് സമീപം കല്ലമ്പലം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചിറ മാലിന്യവും പായലും നിറഞ്ഞ നിലയിൽ തുടരുകയാണ്. ഒരു കാലത്ത് പ്രദേശവാസികളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സും ആഴാംകുണം കരവാരം ഏലായിലേക്കുള്ള ജലസംഭരണിയുമായിരുന്നു ഈ ചിറ. 2014 ചിറയുടെ ഒരു ഭാഗം പഞ്ചായത്ത് ഏറ്റെടുത്ത നീന്തൽക്കുളം നിർമ്മിച്ചതോടെയാണ് ചിറയുടെ സ്വാഭാവിക രൂപഭംഗിയും പ്രാധാന്യവും നഷ്ടമായതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നീന്തൽക്കുളം വരുന്നതോടെ പഞ്ചായത്തിന്റെയും 20ാം വാർഡിന്റെയും മുഖച്ഛായ മാറുമെന്നും ചിറയെ കൂടുതൽ ആധുനിക രീതിയിൽ നവീകരിക്കുമെന്നും അധികൃതർ അന്ന് ഉറപ്പ് നൽകിയിരുന്നു. 2011 ദേശീയ നിലവാരത്തിലുള്ള നീന്തൽക്കുളം എന്ന പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പദ്ധതിയുടെ തറക്കല്ലിട്ടത്. കരവാരം ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഫണ്ട്, ലോകബാങ്ക് സഹായം, ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതം, സ്പോർട്സ് കൗൺസിൽ സഹായം, തനത് ഫണ്ട് എന്നിവയുൾപ്പെടെ ഏകദേശം 96 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവിട്ടത്. 2015 പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന MK മുനീറാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. പമ്പ് റൂം, ഗാർഡ് റൂം എന്നിവ നിർമ്മിച്ച സുരക്ഷാ ജീവനക്കാരനെയും നിയമിച്ചിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നാണ് പരാതി. സ്കൂൾ അവധിക്കാലങ്ങളിൽ ചില കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിയതൊഴിച്ചാൽ പദ്ധതി സജീവമാക്കാനും കഴിഞ്ഞിരുന്നില്ല. ചിറയും നീന്തൽക്കുളവും ഒരുമിച്ച് നവീകരിക്കുമെന്ന വാഗ്ദാനവും ഇതുവരെ നടപ്പായിട്ടില്ല. വൈദ്യുതി തടസ്സം ഉണ്ടാകാതിരിക്കാൻ സോളാർ പാനലാണ് ഉപയോഗിച്ചിരുന്നത്. കോവിഡ് വ്യാപനത്തോടെ നീന്തൽ പരിശീലനങ്ങൾ നിർത്തിവെച്ചു. തുടർന്ന് പരിപാലിച്ചിരുന്നുവെങ്കിലും കോവിഡിന് ശേഷം പ്രശ്നം ഗുരുതരമായി. നിലവിലുള്ള പരിശീലകനെ മാറ്റി മറ്റൊരാളെ നിയമിച്ചതും പുതിയ നിയമ ഭേദഗതിക്ക് സർക്കാർ അംഗീകാരം നൽകാത്തതും നീന്തൽക്കുളത്തിന്റെ പ്രവർത്തനത്തിന് തടസ്സമായി മാറി. വിസ്മയ ന്യൂസ്, കല്ലമ്പലം.